അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് നിങ്ങളുടെ കൃഷിക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല നടിയിൽ മിശ്രിതം ഉണ്ടെങ്കിലേ നല്ല വിളവ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുമ്മായം മണ്ണിൽ ചേർത്താണ് ആദ്യ മണ്ണ് തയ്യാറാക്കേണ്ടത്. ഇത് ഞാൻ 15 ദിവസം മുന്നേ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മേൽമണ്ണാണ്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഴ കൊണ്ട് നനയാനും പാടില്ല, അതേസമയം വെയിൽ കിട്ടുകയും വേണം. ഈ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പലർക്കും അറിയാം, എന്നാലും കൃഷിയിലെ തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഇത് മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനാണ്. ചില ഫംഗസ് രോഗങ്ങളൊക്കെ കുറയ്ക്കാനും ഇത് സഹായകമാകും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്കാവശ്യമുള്ള കാൽസ്യം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇതേപോലെ pH ലെവൽ നിലനിർത്തുന്നതിലൂടെ ബാക്ടീരിയയും സൂക്ഷ്മജീവികളുമൊക്കെ കൂടുതൽ മണ്ണിൽ നിലനിർത്താൻ സഹായമാവുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുമ്മായം അധികം മണ്ണിൽ ചേർക്കാൻ പാടില്ല. ഒരളവിൽ കൂടിയാൽ ചെടികളൊക്കെ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നല്ല മണലാണ്, മേൽമണ്ണാണ് ഉപയോഗിക്കേണ്ടത്. മേൽമണ്ണ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല വളക്കൂറായിരിക്കും ഇതിനുണ്ടാവുക. 1:1:1 എന്ന അനുപാതത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കേരളത്തിലെ മണ്ണിന് പൊതുവെ അമ്ല സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ അമ്ല സ്വഭാവം മാറ്റിയതിന് ശേഷം മാത്രമേ മണ്ണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെടികളുടെ വളർച്ചയെ ബാധിക്കും. ഈ മണ്ണ് ഞാൻ നേരത്തെ പച്ചക്കറി നടാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണാണ്. ഇത് കണ്ടില്ലേ, ഇത് കൽക്കരിയാണ്. ഈ കൽക്കരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാർബൺ ചെടികൾക്ക് നന്നായിട്ട് ലഭിക്കും. അതുകൂടാതെ സോയിൽ ഇംപ്രൂവ് ചെയ്യും, ജലാംശം കൺട്രോൾ ചെയ്യും, വേരുകളുടെ ഗ്രോത്ത് നല്ലതാക്കും. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഈ കൽക്കരിയുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട കൽക്കരി കുറേ കാലം മണ്ണിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് ചകിരിച്ചോർ കമ്പോസ്റ്റാണ്. ഈ ചകിരിച്ചോർ കമ്പോസ്റ്റ് കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവവസ്തുവാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണിനും പച്ചക്കറി കൃഷിക്കും ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഈ ചകിരിച്ചോർ കമ്പോസ്റ്റ് മണ്ണിൽ ചേർത്താനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തും എന്നതാണ്. കട്ടിയുള്ള മണ്ണ് മൃദുവാക്കുന്നതിലൂടെ വേരുകൾ വേഗത്തിൽ വളരുകയും അതുപോലെ തന്നെ വായു സഞ്ചാരം നന്നായിട്ട് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ഇത് ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നതിലൂടെ വെള്ളം കൂടുതലായി പിടിച്ചു നിർത്തുകയും വരണ്ട കാലാവസ്ഥയിലും ചെടിക്ക് തണുപ്പ് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഈ ചകിരിച്ചോർ കമ്പോസ്റ്റ് മണ്ണിൽ ചേർക്കുന്നതിലൂടെ ചെടികൾക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ചകിരിച്ചോറ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാതെ കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നല്ല നൈസായിട്ടുള്ള മണലാണ്. ഇതിന് ഉപ്പ് രസം ഉണ്ടാവാൻ പാടില്ല. ഇത് ശരിയായ രീതിയിൽ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്താൽ വളരെയധികം ഗുണം കിട്ടുന്ന ഒന്നാണ്. മണൽ ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അധികമായിട്ട് വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകിപ്പോവും. വെള്ളം കെട്ടിക്കിടന്നാൽ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതും കുറഞ്ഞു കിട്ടും. പിന്നെ കട്ടിയുള്ള മണ്ണ് നന്നായിട്ട് മൃദുവാകുകയും അതുവഴി വായു സഞ്ചാരം കിട്ടുകയും ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൈസായിട്ടുള്ള മണൽ പോട്ടി മിക്സിൽ ചേർക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കമ്പോസ്റ്റാണ്. ഇത് വെർമി കമ്പോസ്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ അതേ അളവിൽ ചേർത്താൽ മതി. ഇതിന് പകരം ചാണകപ്പൊടി ആയാലും മതി. നമ്മുടെ പോട്ടി മിക്സിന് ചേർക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ജൈവവളമാണ് വെർമി കമ്പോസ്റ്റ്. പലതരത്തിലുള്ള ഗുണങ്ങളാണ് വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ലഭിക്കുന്നത്. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു, ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുന്നു, മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതിലൂടെ വേനൽക്കാലത്തും ചെടികൾ വാടാതെ നിലനിൽക്കുന്നു, മണ്ണിലെ സൂക്ഷ്മജീവികളെ വർദ്ധിപ്പിക്കുന്നു, പൂക്കളും വിളവുകളും വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഈ വെർമി കമ്പോസ്റ്റിനുള്ളത്. വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ മണ്ണും ചെടിയും ആരോഗ്യകരമാവുകയും ചെയ്യും, ഗുണമേന്മ കൂടുകയും ചെയ്യും. ഈ കമ്പോസ്റ്റ് അടുക്കള മാലിന്യം ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലവ് കുറയുകയും ചെയ്യും, പരിസ്ഥിതി സംരക്ഷണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരേ അളവിലുള്ള മേൽമണ്ണ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, നൈസായുള്ള മണ്ണ്, വെർമി കമ്പോസ്റ്റ് എന്നിവയാണ് പോട്ടി മിക്സിനായി ചേർത്തത്. ഇനി നമുക്ക് എന്താണ് ചേർക്കാനുള്ളത് എന്ന് വെച്ചാൽ പെർലറ്റാണ്. ഇത് മണ്ണിൽ ചേർത്ത് കൊടുത്തതിലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ
വായു സഞ്ചാരം നല്ലതുപോലെ ഉണ്ടാകും. അത് വേരുകളുടെ വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം തന്നെ വരും. മണ്ണിൽ അധികമായിട്ടുള്ള ജലമുണ്ടെങ്കിൽ അത് വാർന്നു പോവുകയും ചെയ്യും. അതിനാൽ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് നല്ലതുപോലെ ഉണ്ടാവും. റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും കായകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. ഈ പെർലറ്റ് മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ pH ലെവല് നിലനിർത്താൻ സഹായിക്കും. പിന്നെ ഈ നീർവാർച്ച ഉള്ളതുകൊണ്ട് വേര് ചീയൽ പോലത്തെ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടാകുന്ന സമയത്ത് ചെടികളുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് ചെടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ജൈവ വസ്തു ആയതുകൊണ്ട് നമ്മുടെ മണ്ണിനോ ചെടിക്കോ ഒരു ദോഷവുമില്ലാത്തതാണ്. ഇത്രയൊക്കെയാണ് ഈ പെർലറ്റിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇനി നമ്മുടെ ചെടിക്ക് കാൽസ്യം അത്യാവശ്യമാണ്. കാൽസ്യം ഉള്ളത് മുട്ടത്തോടിലാണ്. ഇത് ഞാൻ കഴുകി ഉണക്കി പൊടിച്ച മുട്ടത്തോടാണ്. മുട്ടത്തോട് എപ്പോഴും കഴുകി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഫംഗസും അതുപോലെ തന്നെ ഈച്ച കീടങ്ങളൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ ദുർഗന്ധം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് വൃത്തിയായി കഴുകുന്നത്. ഈ മുട്ടത്തോടിൽ കാര്യമായിട്ടുള്ള പോഷകം എന്താണെന്ന് വെച്ചാൽ 90% കാൽസ്യവും പിന്നെ കുറഞ്ഞ അളവിൽ മാഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കും റൂട്ട് സ്ട്രെങ്ത്തിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ മുട്ടത്തോട്. കൃഷിയിൽ മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കാൽസ്യം ലഭിക്കുന്നുണ്ട്, വേരിന് നല്ല ശക്തിയും ബലവും ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്, മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നുണ്ട്, ചില കീടങ്ങളൊക്കെ കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വേപ്പിൻ പിണ്ണാക്കാണ്. ഈ വേപ്പിൻ്റെ വിത്തിൽ നിന്ന് എണ്ണ എടുത്ത ശേഷം ബാക്കി വരുന്ന ഈ അവശിഷ്ടമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെയൊക്കെ ചെറിയൊരു അംശം അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണിൽ ഉണ്ടാവുന്ന ഹാനികരമായിട്ടുള്ള കീടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വേരിനൊക്കെ ആക്രമിക്കുന്ന പലതരത്തിലുള്ള കീടങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ തടയാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഏകദേശം 1 കിലോ മണ്ണിൽ 50 മുതൽ 100 ഗ്രാം വരെ ചേർക്കാവുന്നതാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്താൽ ചെടികളുടെ വളർച്ചയും ഉൽപ്പാദനമൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നതാണ്. ഇതൊരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കും, കൂടാതെ മണ്ണ് വളരെയധികം ഹെൽത്തി ആക്കും. തുടങ്ങിയ പല ഗുണങ്ങളാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മളെ പോട്ടി മിക്സിൽ ചേർക്കുന്നതുകൊണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇത് വാമാണ്. വാമ കണ്ടില്ലേ? വാമ വെച്ചാൽ ചെടികളുടെ വേരോട്ടത്തിനൊക്കെ നല്ല സഹായകമാവും. ഇതൊരു സഹജീവി ഫംഗസ് ആണ്. ഇത് ചെടികളുടെ വേരുകളിൽ ചേർന്ന് വളർന്ന് പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. മണ്ണിലുള്ള ഫോസ്ഫറസ് ചെടികൾക്ക് ലഭിക്കാൻ വളരെയധികം സഹായമാവുന്നുണ്ട്. പിന്നെ മണ്ണിലുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, അതൊക്കെ കുറയ്ക്കാനും ഈ വാമ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 ഗ്രാം വാമ് പോട്ടി മിക്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. വാമ് കൂടുതലാകാനും പാടില്ല. രാസവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തുടക്കം മുതലേ ഈ ചെടികൾക്ക് വാമിട്ട് കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും, നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ട്രൈക്കോഡർമയാണ്. ട്രൈക്കോഡർമ ഒരു ഉപകാരപ്രദമായ ഫംഗസാണ്. ഇത് മണ്ണിൽ സ്വാഭാവികമായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട്. ചെടികൾക്ക് ഹാനികരമായ ഫംഗസ് രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. വേരുകൾക്കും തണ്ടിനുമൊക്കെ ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഈ ട്രൈക്കോഡർമ വളരെയധികം ഉപകാരപ്രദമാണ്. പിന്നെ ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുന്നുണ്ട്. മണ്ണിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ട്. ജൈവ കൃഷിയിലൊക്കെ ഈ ട്രൈക്കോഡർമ വളരെയധികം ഉപകാരപ്പെട്ടതാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് എല്ലുപൊടിയാണ്. മൃഗങ്ങളുടെ എല്ലുകൾ, ചിക്കൻ, കാള മുതലായവയുടെ എല്ലുകൾ ശുദ്ധമാക്കി ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന ഒരു ഓർഗാനിക് വളമാണ് ഈ എല്ലുപൊടി. ഇതിൽ വേരുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഫോസ്ഫറസ് നിറയെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടിയുടെ ശക്തിക്ക് കാൽസ്യം അത്യാവശ്യമാണ്, അതും ഈ എല്ലുപൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. വേരുകൾ ശക്തമാക്കാനും അതുപോലെ തന്നെ പൂക്കൾ കൂടുതലായി ഉണ്ടാവാനും പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ നല്ലതാണ്. മണ്ണിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്താനും എല്ലുപൊടി നല്ലതാണ്. ചെടി നട്ടപ്പോൾ തന്നെ മണ്ണിൽ കലർത്താം. പിന്നെ ഈ നമ്മൾ നേരത്തെ നട്ട ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ എല്ലുപൊടി അധികം ചേർക്കരുത്. ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ നായകളും പൂച്ചകളൊക്കെ മണത്ത് ഭയങ്കര ആകർഷണം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നിറയ്ക്കാൻ പോവുകയാണ്. ഇതേപോലത്തെ ഒരു ഗ്രോ ബാഗ് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ തയ്യാറാക്കിയ ആ പോട്ടി മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിറയ്ക്കാൻ പോകുന്നത് ഉണക്ക കരിയിലയാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗവും
ഈ ഉണക്കക്കരിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ മേൽമണ്ണുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതില്ലാത്തവർ പച്ച ചാണകം ഇട്ടാലും മതി. ഏകദേശം ഒരു 5-8 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇലകളൊക്കെ നന്നായിട്ട് അഴുകി നല്ലൊരു വളമായി മാറും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചീമക്കൊന്നയാണ്. ചീമക്കൊന്നയ്ക്ക് പകരം പച്ചില ഇട്ടാലും മതി. പക്ഷേ ചീമക്കൊന്നയിൽ എന്താ വെച്ചാൽ നന്നായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ചെടികൾക്കൊക്കെ നല്ല ഗുണമുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളിയുടെ തൊലി ഇട്ട് കൊടുക്കുക. ഉള്ളിത്തൊലിയിൽ എന്താണെന്ന് വെച്ചാൽ നിറയെ പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കായ്കളുണ്ടാകാനൊക്കെ ഇത് നല്ല ഒരു വളമാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മേൽമണ്ണ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് നിറച്ചെടുക്കുക. പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ ഏകദേശം ഈ കവറിൻ്റെ ഈ ഗ്രോ ബാഗിൻ്റെ ഒരു 3/4 ഭാഗം നിറച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് നിങ്ങളുടെ കൃഷിക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എൻ്റെ കയ്യിൽ നിന്ന് കാണുന്നത് ഇങ്ങനെ ഇടുന്നത്. എടേ